So yes, Ape Learns Mathലെ ഫസ്റ്റ് വീഡിയോയിലേക്കാണ് ഞങ്ങൾ കാലെടുത്ത് കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കിടക്കും. അതായത് ഓൾജിബ്ര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാകാൻ ചാൻസ്. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് ഓൾജിബ്ര എന്നുള്ള ടൈം നമ്മൾ ഇന്റർചേഞ്ചബിളി പല സമയത്ത് യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പം അതായത് ഇപ്പം ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്നുള്ള ടേംസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈവൻ ട്രിഗണോമെട്രി പഠിക്കുമ്പോഴും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന സാധനം ഇപ്പോൾ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ശ്രദ്ധിച്ചാൽ മതി, വേറെ അങ്ങോട്ട് ശ്രദ്ധിക്കരുത്. ഇപ്പോൾ പറഞ്ഞ സാധനം നോക്കാം. ട്രിഗണോമെട്രി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് ഒരു ഹയർ ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി ഉള്ള ആൾക്കാരോടാണ്, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ആൾക്കാരോടാണ്. ഇപ്പോൾ 10th 11th 12th 10th ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോവാം. 10th 11th 12th പഠിക്കുന്ന ആൾക്കാരോടാണ്. ഈവൻ അതിൻ്റെ മേളിലേക്കും അവരുടെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾജിബ്രയിൽ തന്നെയാണ്. ഇപ്പം സാധാരണ അഡീഷൻ, സബ്ട്രാക്ഷൻ, നമ്പർ ലൈൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് ചില കോൺസെപ്റ്റ്സ് പറഞ്ഞുകൊണ്ട് തന്നെ കവർ ചെയ്യാവുന്നത് കാരണമാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ഇത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇനിയിപ്പം വരാൻ പോകുന്ന വീഡിയോസിനകത്ത് എന്തൊക്കെയായിരിക്കും കവേർഡ് ആയിരിക്കുന്നത് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു ഷോർട്ട് വീഡിയോ പറയുന്നത്. അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഇനി നിങ്ങൾ ഇനി ഇങ്ങോട്ട് നോക്കുക, ഇനി സ്ക്രീനിലേക്ക് നോക്കുക. സ്ക്രീനിലേക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചെയ്ത് ഇത് ഞാൻ പറയാതെ ചെയ്യരുത് കേട്ടോ. ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾ. ബേസിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റത്തെ ആദ്യം 8ാം ക്ലാസ് 10ാം ക്ലാസ് 9ാം ക്ലാസ് മുകളിലേക്കുള്ള ആൾക്കാർക്ക് ഇത് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ദിസ് ഇസ് വെരി ഈസി എന്ന് തോന്നും. ഓക്കെ, പക്ഷെ ചിലർക്ക് മേ ബി ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ബേസിക് ലെവലിൽ ഈ ഒരു സ്റ്റാർ തൊട്ട് ഒരു സ്റ്റാറിന് നേരെ 5 സ്റ്റാർസിലേക്ക് ഇങ്ങനെ ചാടുന്നത്, പ്രോ ലെവലിലേക്ക് ഇങ്ങനെ ചാടുന്നത്, അതിനിടയ്ക്ക് കുറച്ച് സ്റ്റാറുകൾ വേറെ കിടപ്പുണ്ട്. സെക്കൻഡ് 2 സ്റ്റാർ, 2.5 സ്റ്റാർ, 3.5 സ്റ്റാർ, 4.5 സ്റ്റാർ, അങ്ങനെ പല സ്റ്റാറുകൾ ഇതിനിടയ്ക്ക് കിടക്കും. ഈ ഇൻ ബിറ്റ്വീൻ കിടക്കുന്ന ആ കഥയെ നമ്മൾ ഒന്ന് വിപുലീകരിച്ച് പറയാനാണ് ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെ എത്താൻ എന്ത് പണിയെടുക്കണം, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, എത്രത്തോളം എളുപ്പമാണ് എന്നുള്ളതും കൂടെ പറയും. ബുദ്ധിമുട്ടുണ്ട്, ഓഫ് കോഴ്സ് ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, തുറന്നു പറയാം. പക്ഷേ ഇറ്റ്സ് ഈസി വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് ആൻഡ് വെൻ യു സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഈസി, ഷുവർ ആണ്. അപ്പം ഹൂ വിൽ ബെനിഫിറ്റ് ഫ്രം ദിസ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇത് ആർക്കതൊക്കെ കാണണ്ട, ഇതൊക്കെ എന്തിനാ എന്നുള്ള രീതി ചിന്തിപ്പോൾ ഞാൻ ആദ്യം ഇത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആവുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് വെച്ചേക്കാം. അതായത് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8ാം ക്ലാസ് വരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രസൻസ് ആണെന്ന് പറയാം. 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ആൾക്കാർക്ക് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ. കാരണം അവരുടെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എൻട്രൻസ് എക്സാംസിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയില്ല, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് ഈ എക്സാമിനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ മേ ബി ട്രിഗ്നോമെട്രി ഉണ്ടാവും, മേ ബി ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ. ഇപ്പോൾ എൻറ്റയർ കാൽക്കുലസ് ഈസ് ബേസ്ഡ് ഇൻ ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്ര എന്ന് പറഞ്ഞ ബേസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലസിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പം കാല് പൊള്ളാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല അടിപൊളി കാലുറ വേണം. അതാണ് ഓൾജിബ്ര എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സ്ട്രോങ് ആക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഓക്കെ 8th to 12th ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പല എക്സാംസ് അറ്റൻഡ് ചെയ്യണം, കീം ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ സ്പീഡിൽ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്പീഡിൽ കണ്ടോ, ഞാൻ പയ്യെ ശാന്തമായിട്ട് പറയുന്നുള്ളൂ. കീം ഉണ്ടാകാം, പിന്നെ JEE മെയിൻസ് ഉണ്ടാകാം, JEE അഡ്വാൻസ് ഉണ്ടാകാം, JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ്, JEE M and ADV എന്ന് ഞാൻ എഴുതും. JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ് ഉണ്ടാകും. പിന്നെ ഏതൊക്കെയാ, NTSC പോലുള്ള എക്സാംസ്, NTSC ഫോർ ക്ലാസ് 10th സ്റ്റാൻഡേർഡ്, പിന്നെ NMMSC, അത് സ്റ്റേറ്റ് സിലബസിലുള്ള ആൾക്കാർക്ക് NMMSC പോലുള്ള എല്ലാ ടൈപ്പ് ഓഫ് എക്സാംസിനും ഓൾജിബ്ര ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആയിരിക്കും. കംപ്ലീറ്റ് കവറേജ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടി. കാരണം ഇതുപോലെ ഇത്രയും ഡീപ്പായിട്ട് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് നിങ്ങൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നതായിരിക്കും. അതായത് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഓൾജിബ്ര ഫോർ ബിഗിനേഴ്സ്, ഹൗ ടു സ്ട്രെങ്തൻ യുവർ ബേസിക്സ് എന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. ജസ്റ്റ് ബുക്സിനെ പറ്റി നമ്മൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസുകൾ കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം പറയാനായിട്ടാണ്. അതായത് 5 ബുക്സ് ഉണ്ട് മെയിനായിട്ട്. അതിനകത്ത് 4 ബുക്സ് ആണ് നമ്മൾ ഓൾജിബ്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് കാലെടുത്ത് വെക്കും, പിച്ച് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾജിബ്ര ഫോർ ബിഗിനേഴ്സ് ആ ഒരു ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോൾ ആൻഡ് നൈറ്റ്, ഈ ഓതേഴ്സിന്റെ പേരും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഹോൾ ആൻഡ് നൈറ്റ്, അവർ തമ്പികൾ, അവർ പറഞ്ഞിട്ടാണ് അവരുടെ ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്, ഒന്ന് റെസ്പെക്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞില്ല. ഒന്ന് എഴുന്നേറ്റ് നിന്നേക്കാം. മറ്റേ തിളക്കത്തിലല്ല ഏതെങ്കിലും കിലുക്കത്തിനകത്ത് പറയുന്നില്ലേ, മീൻകറിയാ എഴുന്നേറ്റ് നിന്നേക്കാം എന്ന് പറഞ്ഞ പോലെ ഹോൾ ആൻഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുന്നേറ്റ് റെസ്പെക്ട് ചെയ്യാം. കാരണം ദീസ് ആർ കോൾഡ് ക്ലാസിക് ടെക്സ്റ്റ് സീരീസ്. വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടുള്ള ബുക്സ് അതൊക്കെ പോട്ടെ, ഹിസ്റ്ററി ഒക്കെ അവിടെ കേട്ടെ. പിന്നെ എലിമെന്ററി ഓൾജിബ്ര ഫോർ സ്കൂൾസ്, ഈ 2 ബുക്കും ഏകദേശം somewhat similar kind of questions ആണ് അതിനകത്തുള്ളത്, ബട്ട് ഹാസ് ഗോട്ട് ഗുഡ് ക്വാളിറ്റി ഓഫ് ഗുഡ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് RD ശർമ്മ, സാക്ഷാൽ RD ശർമ്മ, അയ്യോ ദ ഗോഡ് എന്നൊക്കെ പറയും. പുള്ളിയുടെ IIT JEE അഡ്വാൻസ് ലെവലുള്ള ഒബ്ജക്റ്റീവ് ബുക്സ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള
ബുക്സ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, 9th 10th. ഇപ്പം ഓഫ് കോഴ്സ് ആദ്യം 9th ബുക്ക് കവർ ചെയ്യും. 9th വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ കോണ്ടന്റ്സ് എല്ലാം നമ്മൾ ഇതിനകത്തേക്ക്, അതായത് ഇൻഡെക്സ് പേജസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി അടുത്തതായിട്ട് നേരെ പറയാനുള്ളത് ഓൾജിബ്ര ഫോർ ബിഗിനേഴ്സ്. അതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നതാണ് കാര്യം പറയുന്നത്. നോക്കോ, ചാപ്റ്റർ 1 ബേസിക്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൈ തന്നിരിക്കുന്ന സാധനം ഇപ്പൊ നമ്മളോട് പറയണം, ഒരു സാധാരണ എക്സ്പ്രഷൻ എടുത്തോ, A + B, വെറുതെ സാധാരണ എക്സ്പ്രഷൻ. നമുക്ക് ഒരു എയും ഒരു ബിയും, വേറെ എന്തോ ഒരു സാധനം അല്ലെങ്കിൽ വേണ്ട, പോട്ടെ, ചക്ക പ്ലസ് മാങ്ങ എടുത്തോ, ചക്ക പ്ലസ് തേങ്ങ, ചക്ക പ്ലസ് തേങ്ങ തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ഒരാൾ പറയുന്നത് ചക്കയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തേങ്ങയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4. ഞാൻ വളരെ ബേസിക്സ് എന്നാണ് പറയുന്നത്. ഇത് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ശരി. അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം? ടിക് 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 സ്കിപ്പ് അടിക്കാം. ചക്ക 2 തേങ്ങ 4. അപ്പൊ എന്ത് ചെയ്യണം? ചക്ക പ്ലസ് തേങ്ങയുടെ വാല്യൂ എന്തായിരിക്കും? 6. ആ വക സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഓഫ് കോഴ്സ് ചക്ക പ്ലസ് തേങ്ങ എന്നായിരിക്കില്ല, A + B എന്നായിരിക്കും, ചിലപ്പോൾ M + N എന്നായിരിക്കും, ചിലപ്പം M² + N³ എന്നായിരിക്കും. അപ്പൊ ഇത്തരം വാല്യൂസ് എന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഭാഗം പെട്ടെന്ന് അങ്ങനെ സ്നാപ്പ് അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരുന്ന ചാപ്റ്ററാണിത്. ഫസ്റ്റ് ചാപ്റ്റർ 1. ചാപ്റ്റർ 2ലേക്ക് വരുമ്പോഴോ അഡീഷൻ ഓഫ് ലൈക്ക് ടേംസ്, അതായത് ചക്ക പ്ലസ് ചക്ക ഇൻറ്റു ചക്ക എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഒരുപാട് എക്സ്പ്ലനേഷൻസ് നമ്മൾ വരുന്ന ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു സമ്മറി ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 3 സിമ്പിൾ ബ്രാക്കറ്റ് അഡീഷൻ, ബ്രാക്കറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് ബ്രാക്കറ്റ്സിനെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ്. ആ പ്രശ്നം ഇതോടുകൂടി തീരും. ഗ്യാരണ്ടിയാണ്, ഉറപ്പിച്ചോ, നോക്കിക്കോ. ചാപ്റ്റർ 3 ഡൺ. ഇപ്പൊ ഡൺ ആയിട്ടില്ല, നമ്മൾ ലെക്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൺ ആയിക്കോളും. പിന്നെ ചാപ്റ്റർ 4 സബ്ട്രാക്ഷൻ, ചാപ്റ്റർ 5 മൾട്ടിപ്ലിക്കേഷൻ, ചാപ്റ്റർ 6 ഡിവിഷൻ. ഈ ഡിവിഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ലോങ് ഡിവിഷൻ മെത്തേഡ്. അത് ഞാൻ പറയുമ്പോൾ എക്സ്ക്ലൂസീവ്ലി ഫോർ 10+, 10ാം ക്ലാസ്സിന് മേളിലേക്കുള്ള ആൾക്കാർക്കായിരിക്കും ഈ സംഭവം എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത്. ഈവൻ ദോ അത് 9th സ്റ്റാൻഡേർഡിന്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെ, CBSE സ്റ്റുഡൻസിന് അത് ഹെൽപ്ഫുൾ ആവുമായിരിക്കും, അവർ എക്സാംസിന് ഹെൽപ്ഫുൾ ആവുമായിരിക്കും. പക്ഷേ ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ 10th സ്റ്റാൻഡേർഡ് അബവ് ഉള്ള ആൾക്കാർക്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ. ലോങ് ഡിവിഷൻ മെത്തേഡ് എന്തൊക്കെയാണ്, ഒരു പോളിനോമിയൽ, ഈ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ 2+1 3+4 ആ ഒരു കൈൻഡ് ഓഫ് ലൈനിലല്ല നമ്മൾ നീങ്ങുന്നത്. നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് ഡീൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ സപ്പോസ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അടുത്ത്, A³ + 4A² B ഡിവൈഡഡ് ബൈ നമ്മളോട് പറയാണ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വിൽ വി ഡു ദിസ്. അപ്പൊ ആ ഒരു അപ്രോച്ച് നമുക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണം. ഈ ഇത്തരം ടെർമിനോളജീസ്, കോമൺ ഫാക്ടേഴ്സ് എന്താണ്, LCM എന്താണ്, HCF എന്താണ്, ഇതിൽ നമുക്ക് എവിടെയൊക്കെ വെട്ടാൻ പറ്റും. ഇതോടെ ചില ആൾക്കാർ ഇവിടെ ചുമ്മാ ഇങ്ങനെ വെട്ടിവെക്കും. അപ്പൊ ഈ വെട്ടലൊക്കെ ശരിക്കും എങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു 1 to 1.5 hours ലോങ് ലെക്ചേഴ്സ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് എല്ലാം 1 by 1 ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ സാക്ഷാൽ RD ശർമ്മ, ക്ലാസ് 9th RD ശർമ്മയിലേക്കായിരിക്കും നേരെ പോകുന്നത്. അതിനകത്ത് 2 ചാപ്റ്ററാണ് ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ 6 ടോപ്പിക്സിന്റെ കൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ 2 ടോപ്പിക്സ് ആയിരിക്കും RD ശർമ്മയ്ക്ക്, എക്സ്പോണൻസ് ഓഫ് റിയൽ നമ്പേഴ്സും റാഷണലൈസേഷൻ ഓഫ് ഡിനോമിനേറ്റർ. അതായത് എക്സ്പോണൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ A⁻n × A⁻m എന്നുള്ള ടൈപ്പ് ഫോർമുലാസ്, അങ്ങനെ ഒരു 5-6 ഫോർമുലാസ് ഇല്ലേ, പഠിച്ചിട്ടില്ലേ. പിന്നെ അതിന്റെ സേർഡ്സ് എന്നുള്ള സംഭവം, സേർഡ്സ് എന്ന് പറയുമ്പോൾ ഇറാഷണൽ റൂട്ട്സ്, ഈ വക സാധനങ്ങൾ. ഇതിപ്പോ സ്ക്വയർ റൂട്ട് ആണ്, ഇതിന്റെ ക്യൂബ്ത്ത് റൂട്ട്, 4th റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. പിന്നെ റാഷണലൈസേഷൻ ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇതും ഞാൻ പറയുന്നു നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ ലോങ് ഡിവിഷൻ മെത്തേഡ് ആർക്ക് ഹെൽപ്ഫുൾ ആവാന്ന് 10ാം ക്ലാസ്സിന് മേലേക്ക് ഞാൻ പറഞ്ഞില്ല. അതേപോലെ റാഷണലൈസേഷൻ ഓഫ് ഡിനോമിനേറ്റർ 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡിലൊക്കെ ബോർഡ് എക്സാം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നമ്പർ സിസ്റ്റത്തിനകത്തും കോംപ്ലക്സ് നമ്പേഴ്സിനകത്തൊക്കെ എക്സ്ട്രീംലി ഹെൽപ്ഫുൾ ആയിരിക്കും. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, +2-കാർക്ക് +1-കാർക്കൊക്കെ പെട്ടെന്ന് കത്തും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് കേൾക്കുമ്പോൾ. ഈ വക സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇന്റഗ്രേഷനിലേക്കൊക്കെ വരുമ്പോൾ ഈ റാഷണലൈസേഷൻ ഓഫ് ഡിനോമിനേറ്റർ അറിയാതെ പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ കേൾക്കാൻ ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. കോമ്പോണന്റോ ഡിവിഡൻഡോ എന്നുള്ള സാധനമുണ്ട്. കോമ്പോണന്റോ ഡിവിഡൻഡോ ഇതൊരു മെത്തേഡാണ്. അതൊക്കെ എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. കമ്പോണന്റോ ഡിവിഡൻഡോ എന്നുള്ള സംഭവം അതൊക്കെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൽ വരുന്ന അതിനകത്ത് വരുന്ന ടോപ്പിക്സ് ആണ്. കമ്പോണന്റോ ഡിവിഡൻഡോ ഓൾട്ടർനെന്റോ എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്സ്. പേരൊന്നും കേട്ട് ഞെട്ടണ്ട കേട്ടോ, അതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്. അതല്ല ഒന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പോയൊരു സാധനം, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഉടനീളം ഈ ഒരു കോഴ്സിനകത്ത്, ഈ ഒരു യൂട്യൂബ് ക്ലാസ്സസിനകത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെർമിനോളജീസ് ആണ്. സീക്രട്ട് ഏജന്റ് 1 മായാവി, അതായത് ഇപ്പൊ ഞാൻ പറയില്ല, ലെക്ചറിനകത്ത് പറഞ്ഞത്. അതായത് ഈ ഒരു കൈൻഡ് ഓഫ് ടെർമിനോളജീസിനെ ഞാൻ മലയാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ 1ന്റെ ഒളിച്ചുകളി.
ഒന്ന് വളരെയധികം ഒളിച്ചും പാത്തും എല്ലാ നമ്പേഴ്സിനും കൂടെ ഒളിച്ചും പാത്ത് ചെയ്യും. അതായത് 5, സപ്പോസ് ഒരു 5 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു വെച്ചാൽ, ഞാൻ ഇപ്പോൾ എടുക്കാറുള്ള എക്സാമ്പിൾ 5 ആണ്. 5 ഈ 5ന്റെ കൂടെ ഒന്നുണ്ട്. എവിടെ ഒന്നുള്ളത് കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഒന്ന് അവിടെ ഒളിച്ചിരിപ്പുണ്ട്. കണ്ടോ? 5 into 1 എഴുതി കഴിഞ്ഞാൽ അവിടെ ഒളിച്ചിരിപ്പില്ലേ? 5/1 എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കില്ലേ? 5/1 എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കില്ലേ? അതുപോലെ നമ്മൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യേണ്ടി വരും? കൊണ്ടുവരേണ്ടി വരും. അതായത് 5 into 1 എന്ന് തന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? into 1 എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ആ ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ടി വരും. പിന്നെ ഫ്ലോട്ടിംഗ് ഏജന്റ്, അതാരാ? -1 ആണ്. എന്താണ് -1 ഫ്ലോട്ടിംഗ് ഏജന്റ് എന്ന് പറയാൻ കാരണം? നമ്മൾ പറയും മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ഓഫ് എക്സ്പ്രഷൻസ് ഇൻ ടു ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ്സിനകത്തേക്ക് നമ്മൾ ചില എക്സ്പ്രഷൻസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് a³ b⁴ എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ ഇപ്പോൾ സപ്പോസ് -a + b bc + 4c എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റിനകത്തുള്ള എക്സ്പ്രഷന്റെ അകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യും. പിന്നെ ടേക്കിംഗ് ഔട്ട് ദ ഫാക്ടേഴ്സ് ഔട്ട് ഓഫ് ദ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത സാധനം പുറത്തെടുക്കാം. എങ്ങനെ പുറത്തെടുക്കും? കൃത്യമായിട്ട് എങ്ങനെ പുറത്തെടുക്കും? ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പുറത്തെടുക്കാൻ പറ്റും, ഉള്ളവരെ മാത്രമല്ല. ഓർത്ത് വെച്ചോ, ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാധനമാണ്. ക്യാൻസലിംഗ് ഔട്ട് കോമൺ ടേംസ് ഫ്രം ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. വെട്ടിക്കളയുന്ന പരിപാടി. എന്തൊക്കെ വെട്ടാം, എന്തൊക്കെ വെട്ടാൻ പാടില്ല. a + ba ഡിവൈഡ് ബൈ b എന്ന് പറഞ്ഞാൽ ഈ ബിയും ബിയും വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റില്ല. എന്തുകൊണ്ട് വെട്ടാൻ പറ്റില്ല? പറയും, എല്ലാം പറയും. ബേസിക്സ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെയാണോ, ഇതാണ് വലിയ കാര്യം എന്ന് ചിന്തിക്കണ്ട. ഓക്കെ, ഗുഡ് ഫോർ യു. അത്ര തന്നെ. ഗുഡ്, കൺഗ്രാറ്റ്സ്, നിങ്ങൾക്ക് ഈ സംഗതി അറിയാം. നല്ല കാര്യം. അപ്പം അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് കടക്കാം. ഓഫ് കോഴ്സ് ആ ലെവലിലേക്കുള്ള സാധനങ്ങളും നമ്മൾ ഇതിപ്പം ഒരു ഈസി ലെവൽ, ബേസിക് ലെവൽ എന്നുള്ള സംഗതിയിലല്ല പറയുന്നത്. ഈ ഗ്രീൻ കളർ ശ്രദ്ധിക്കണേ. ഈ സൈഡിൽ കാണുന്ന ഗ്രീൻ കളർ ഉണ്ടോ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വി ആർ ഡിസ്കസിങ് ഈസി സ്റ്റഫ്. പിന്നെ ആ കളർ ഇങ്ങനെ മാറുന്ന ശ്രദ്ധിക്കണം. കളർ മാറുമ്പോൾ ഓറഞ്ച് ആവും, റെഡ് ആവും, ഡാർക്ക് ബ്രിക്ക് റെഡ് ആയി മാറും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ലെവൽ അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ദർ ആർ ലോട്ട്സ് ഓഫ് ബുക്സ് ഇൻ വിച്ച് ദർ ആർ ഗ്രേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ട്രൈ ടു തിങ്ക് ദി അതർ വേ 5c. എന്താ അതിന് മലയാളം എന്താ? നീ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്ക് 5c എന്ന് വെച്ചാൽ തിലകൻ പറയുന്നില്ലേ ഉസ്താദ് ഹോട്ടലിനകത്ത് 5c നീ ഒന്ന് തിരിച്ചാലോചിച്ചെന്ന് പറയുന്നില്ലേ? ആ ടൈപ്പ് സാധനങ്ങൾ നമ്മൾ ഓക്കെ a⁻m into a⁻n എന്നൊക്കെ എഴുതിയിട്ട് നമുക്കറിയാം a⁻m + n എന്നറിയാം. അറിയില്ലെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ പറയാം a⁻m + n ആണെന്ന് നമ്മൾ പറയും. പക്ഷേ ആർക്കേലും ഈ ഒരു സാധനം തന്നെ ഇങ്ങോട്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചാലോചിക്കും 5c എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചാലോചിക്കുന്നു. അപ്പോൾ ഈ ഒരു എത്ര പോയിന്റ് ഉണ്ട്? 1, 2, 7 പോയിന്റ്സ് അല്ലേ? 7 പോയിന്റ്സ് നമ്മളിങ്ങനെ എല്ലാ ക്ലാസ്സിലും ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കും. ഫ്ലോട്ടിംഗ് ഏജന്റ് ആണ് -1, സീക്രട്ട് ഏജന്റ് ആണ് 1, ടേക്കിംഗ് ഔട്ട് ഓഫ് ബ്രാക്കറ്റ്സ്, ക്യാൻസലിംഗ് ഔട്ട് കോമൺ ടേംസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, 5c, ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്ന സാധനം, വാട്ട്സ് ദ ബെനിഫിറ്റ് ബ്രോ? ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത്. ഓഫ് കോഴ്സ് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. ഗുഡ് ക്വസ്റ്റ്യൻ. യെസ്, നിങ്ങൾ ചിന്തിച്ച കറക്റ്റാണ്. വാട്ട്സ് ദ ബെനിഫിറ്റ് ബ്രോ? ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ? വാട്ട്സ് ദ ക്വസ്റ്റ്യൻ? നോക്കിക്കോ, എന്താ സംഭവം? റിമൂവിങ് ബ്രാക്കറ്റ്സ് ആൻഡ് കളക്ടിങ് ലൈക്ക് ടേംസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, ഇത് പഠിച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് കോഴ്സ്, ഏത് പ്രൊഫഷണൽ കോഴ്സിനാണ് പോകുന്നത്, ഏത് എക്സാമിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഹൂ എവർ ഈസ് വാച്ചിങ് ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ഗെറ്റ് ഗുഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. അത് ഉറപ്പായിട്ട് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ശാന്തമായിട്ട് മെല്ലെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് 1.25 1.5 വീഡിയോ ഇട്ട് കേൾക്കാം, പഠിക്കാം, സോൾവ് ചെയ്യാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. നോ ഇഷ്യൂസ്. ഫീൽ ഫ്രീ ടു ആസ്ക് എനി സോർട്ട് ഓഫ് ഡൗട്ട്സ്. ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഫീൽ ഫ്രീ. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ അവിടെ ഓപ്പൺ ആയി കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഇനി അതല്ല, ഫോട്ടോ എടുത്ത് ഡൗട്ട് ചോദിക്കണം, യു ക്യാൻ ജോയിൻ ദി ടെലിഗ്രാം ഗ്രൂപ്പ്. അതിനകത്ത് ഡൗട്ട് ചോദിക്കാം. ഫ്രീ ഡൗട്ട് സെക്ഷൻ, ഒരു പ്രശ്നമില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് എവിടെ വരിക? ഹയർ ക്ലാസ്സസിൽ വരിക. ഇവിടെ A, 2B, 3A എന്നൊക്കെ ഉണ്ടാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? A, 2A, 3. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല, പഠിക്കണ്ട. A, 2B, 3A, 3C എന്നൊക്കെ കാണും. പക്ഷേ ഈ സാധനങ്ങൾ കുറച്ചുകൂടെ ക്ലാസ് മേളിലേക്ക് കയറുമ്പോൾ ഇതിപ്പോൾ ഓക്കെ ഒരു 8th സ്റ്റാൻഡേർഡ് ആൻഡ് 9th സ്റ്റാൻഡേർഡ് ലെവലാണെന്ന് വിചാരിക്കും. പക്ഷേ കുറച്ചുകൂടെ ഒരു 10th, 11th, 12th വരുമ്പോൾ കുറച്ച് അധികം ആൾക്കാർ കയറി വരും. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ആൾക്കാർ കയറി വരാൻ തുടങ്ങും. ട്രിഗണോ ഡിഫറൻഷിയേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ്, അവരിലൊക്കെ ഈ സാധനങ്ങളിൽ അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇത് 11th-ലും 12th-ലും പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ സാധനം കണക്ട് ആവും. 10th-ൽ പഠിക്കുന്നവർക്ക് അവരുടേതായ രീതിയിൽ ഇത് കണക്ട് ആവും. ട്രിഗണോമെട്രി പഠിക്കുന്ന ആൾക്കാരാണ് 10th-ലുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ കണക്ട് ആവും. പിന്നെ 8th സ്റ്റാൻഡേർഡ്, 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നവർ CBSE ആണോ സ്റ്റേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അവരുടെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ മേ ബി കോമ്പറ്റേറ്റീവ് എക്സാംസ് NTSC അല്ലെങ്കിൽ NMMSC പോലുള്ള എക്സാംസ്, ഇനിയിപ്പോൾ നെക്സ്റ്റ് എക്സാം ഉണ്ട്, നെക്സ്റ്റ് ജൂനിയർ, ആ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള
കാര്യങ്ങൾ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഈ പറയുന്ന സാധനം. അതായത് എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളത്. ഇതിന്റെ ബേസ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആർ ഗോയിങ് ടു ബി വെരി ടഫ് ഫോർ us, ഉറപ്പാണ്. പിന്നെ മൾട്ടിപ്ലൈ ടുഗദർ, ഈ വക ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് യു വിൽ ഗെറ്റ് സംതിങ് ഫ്രം ദിസ് വീഡിയോസ്, ഉറപ്പാണ്. യു വിൽ ഗെറ്റ് സംതിങ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് ടേക്ക് അവേ എന്തായാലും കൊണ്ടുപോകാൻ പറ്റും, ഉറപ്പാണ്, ഷുവറാണ്. പിന്നെ അഡീഷണലി കുറച്ച് ലെവൽ കൂട്ടിയ ക്വസ്റ്റ്യൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ 0 to അഡ്വാൻസ് ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. 0 തൊട്ട് പ്രോ ലെവൽ ഞാൻ ആദ്യം കാണിച്ചില്ല, 0 തൊട്ട് 5 സ്റ്റാർ ലെവൽ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈ ലെവൽ കിട്ടിയില്ല അല്ലേ? ഓക്കെ ശരി, കിട്ടിക്കാം. ബേസിക് ലെവൽ തൊട്ട് ഈ പ്രോ ലെവൽ വരെ പോകണമെങ്കിൽ ഇതിനുള്ളിലുള്ള ചില സ്റ്റെപ്സ് ഉണ്ടല്ലോ. ഇതിപ്പോൾ 1 സ്റ്റാറല്ലോ, 1 സ്റ്റാർ തൊട്ട് 5 സ്റ്റാർ വരെ പോകണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റാർസ് ഇല്ല, 1.5, 2.5, 3.5, 4.5 എന്നുള്ള സ്റ്റാർസ് ഇല്ലേ. അതെല്ലാം ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടുകൂടി സംഭവം കൃത്യമായിട്ട് മനസ്സിലായി. ഞാൻ ഗ്യാരണ്ടി തരാം, ഈ സീരീസ് കഴിയുന്നതോടുകൂടി ഈ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ഉത്തരം പറയും, ചുമ്മാ നോക്കി ഉത്തരം പറയും. ഓ x⁴a/x⁴b+b, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ എന്ന് പറയും, പക്ഷെ ആൻസർ പറയണം കേട്ടോ. പിന്നെ ബോണസ് അല്ല, നല്ലൊരു ബുക്കാണ് എ ഗൈഡ് ടു മാത്തമാറ്റിക്സ് ഫോർ NTSE, NSE GS എന്നുള്ള എക്സാംസിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. അപ്പോൾ ഇതിനകത്തുനിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതൊക്കെ ടോപ്പിക്സിൻ്റെ കൂടെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു ലിസ്റ്റ് ഇട്ടില്ലേ, ഇതാ ഈ 6 പോയിന്റ്സിൻ്റെയും ഈ 6 ചാപ്റ്റേഴ്സിൻ്റെയും ഈ 2 ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ ഈ ഒരു സംഭവത്തിൻ്റെ എക്സ്ക്ലൂസീവ് കവറേജ്, ഫുൾ കവറേജ്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യും. ലെങ്തി വീഡിയോസ് ആയിരിക്കും, 1.5 to 2 hours ലെങ്തി വീഡിയോസ് ആയിരിക്കും. ശാന്തമായിട്ട് സമയമെടുത്ത് കാണുക, റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. യു വിൽ ഗെറ്റ് സംതിങ് ഷുവറായിട്ട്. അപ്പോൾ ഇത്രയാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്ത് കാണണം, എന്തെങ്കിലും ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടേണ്ട ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. അതിൻ്റെ എന്തായാലും പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും പറയണം, പറയാതിരിക്കരുത്. മാക്സിമം നിങ്ങൾ ഇപ്പോൾ ഇത് ഓൾജിബ്രയാണ്, ഇപ്പോൾ ഓൾജിബ്ര ആണെങ്കിൽ ജോമെട്രി, അതുപോലെ ട്രിഗണോമെട്രി, ഇതുപോലുള്ള ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കവറേജ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, സൂചിപ്പിക്കുക. അപ്പോൾ ഉടനെ സീരീസ് കാണാം. ശരി, ബൈ.